മനുഷ്യരെല്ലാം അനുകരിക്കേണ്ട മാതൃകയായിട്ട് പൊതുവെ മാധ്യമ പ്രസ്ഥാനങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന കുറേ കലാകാരന്മാരുണ്ട്. നായികന്മാർ, ഹീറോസ്, സെലിബ്രിറ്റീസ് ഒക്കെ. മനുഷ്യരുടെ ബിംബാരാധന, ബിംബവൽക്കരണം ഈ സംസ്കൃതിയുടെ വലിയൊരു പ്രത്യേകതയാണ്. എന്നാൽ മാനവരാശി മുഴുവനും അനുകരിക്കേണ്ട ഒരു മാതൃകയായി ഈശോ സുവിശേഷത്തിൽ ഒരു ഹീറോയെ, ഒരു സെലിബ്രിറ്റിയെ എടുത്ത് കാണിക്കുന്നുണ്ട്. അതൊരു ശിശുവിനെ ആകുന്നു എന്നുള്ളതാണ്. ഈ ശിശുവിനെ പോലെ ആകുന്നില്ലെങ്കിൽ നിങ്ങളാരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. എവിടെ നിന്നാണ് ഈശോയ്ക്ക് ഉൾക്കാഴ്ച കിട്ടിയതെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഒരുപക്ഷെ അത് പുൽക്കൂട്ടിലെ അവിടുത്തെ ആത്മബോധമായിരിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു ഉൾക്കാഴ്ച. ദൈവം തൻ്റെ സർവ്വശക്തിയും പ്രകടമാക്കുന്നത് താഴ്ന്നിറങ്ങി വരുന്നതില്ല. ബലഹീനതയിലും ഇല്ലായ്മയിലും ശൂന്യതയിലുമൊക്കെയാണ് ദൈവത്തിൻ്റെ സർവ്വശക്തിയും നിഴലിച്ചിരിക്കുന്നത് എന്നുള്ള രഹസ്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. കൊച്ചുത്രേസ്യ പുണ്യവതി തൻ്റെ ചേച്ചി സെലിനോട് ദിവ്യകാരുണ്യത്തിൻ്റെ രഹസ്യം പറഞ്ഞു കൊടുക്കുന്നത് നമുക്കറിയാം. സർവശക്തനായ ദൈവത്തിൻ്റെ സർവശക്തിയും പ്രകടമായി വരുന്നത് ഈ കുഞ്ഞു ഓസ്തിയിലേക്ക് താഴ്ന്നിറങ്ങി വരുന്നതാണെന്ന് എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ സൃഷ്ടിപരത, അവിടുത്തെ സർവശക്തിയും ആവശ്യമായിട്ടുള്ള ഒരു രഹസ്യ സംഭവമാണ് തിരുപ്പിറവി എന്ന് പറയുന്നത്. ദൈവം തൻ്റെ ശക്തി ആവിഷ്കരിക്കുന്നത്, ദൈവത്തിൻ്റെ ശക്തി പ്രകടനമാണ് ശിശുവായി മാറുക എന്ന് പറയുന്നത്. ആത്യന്തികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് തിരുപ്പിറവിയിലെ ശിശുതയുടെ രഹസ്യം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ശൈശവത്തിലേക്ക് നമ്മളൊക്കെ ദൈവങ്ങളായിരുന്ന, നമ്മളൊക്കെ സർവശക്തരായിരുന്ന നമ്മുടെ ശൈശവത്തിൻ്റെ വിശുദ്ധമായ നാളുകളിലേക്ക് ഒത്തിരി ഗൃഹാതുരത്വത്തോടെ തിരിഞ്ഞു നോക്കുവാനുള്ള അവസരമാകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓരോ കുഞ്ഞിനെയും വിശുദ്ധ ദിവ്യകാരുണ്യം കയ്യിലെടുക്കുന്ന അത്രമാത്രം ഭക്തിയോടും ഭയത്തോടും സ്നേഹത്തോടും കൂടി വേണം നമ്മൾ കയ്യിലെടുക്കുവാൻ എന്ന് പുൽക്കൂട്ടിൽ ഭോജാതനായിരിക്കുന്ന ദിവ്യ ശിശു നമുക്ക് പറഞ്ഞു തരികയാണ്. ആമേൻ.